Welcome back to my channel and it's me Shilpa. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സും ട്രിക്സും ഹോം റെമഡീസും ആണ്. എന്തിനുള്ളതാണെന്നല്ലേ? കഫ്, കോൾഡ്, ഫീവർ അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് ആണ് പറയുന്നത്. മെഡിസിൻ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഈ കുട്ടി കുട്ടി റെമഡീസ് ഫോളോ ചെയ്യുമ്പോൾ നല്ലൊരു റിലീഫ് ഉണ്ടാവും ഈ വക ബുദ്ധിമുട്ടുകളിൽ നിന്ന്. സോ അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എൻ്റെ കൊച്ചിനും എനിക്കും കോൾഡ് വന്നപ്പോൾ ഫോളോ ചെയ്ത പ്രൊസീജിയേഴ്സാണ് നിങ്ങൾക്ക് ജനറ്റിക് ചേഞ്ചസ് കാരണം, റുട്ടീൻ ചേഞ്ചസ് കാരണം ഒക്കെ നമുക്ക് ഇതെല്ലാം വന്നുപെടാൻ സാധ്യതയുണ്ട്. യൂക്കലിപ്റ്റസിൻ്റെ ഓയിൽ ചുമ, പനി, കഫക്കെട്ട്, ബ്രീത്തിങ് പ്രോബ്ലം, റെസ്പിറേറ്ററി ഇഷ്യൂസിനൊക്കെ വളരെ നല്ലൊരു മെഡിസിനാണ്. അപ്പം ഞാനിപ്പോൾ എനിക്ക് കോൾഡ് ഉണ്ട്, എൻ്റെ ബേബിക്കും ഉണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഒരു കോട്ടൺ പാഡിൽ അല്ലെങ്കിൽ കോട്ടൺ ബൗളിൽ കുറച്ച് യൂക്കാലിപ്റ്റസ് ഓയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് നമ്മുടെ ആവി പിടിക്കുന്ന വേപ്പർ മെഷീനല്ലേ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുള്ളിലേക്ക് ഒഴിക്കേണ്ട, ഇറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഈ വേപ്പർ ഇതിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ഒരു റിലീഫ് കിട്ടും. കൺജഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മോന് തന്നെ ആവി പിടിക്കാൻ അറിയില്ല, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ആവി പിടിച്ചത്. അപ്പോൾ ഈ ഒരു ആവി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മൂക്കിലുള്ള കൺജഷനൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ യൂക്കാലിപ്റ്റസിൻ്റെ ഓയിൽ തന്നെ നമ്മുടെ പില്ലോയിലും അതുപോലെ നമ്മുടെ ബേബിയുടെ ആയാലും നമ്മുടെ ആയാലും ഡ്രസ്സിൽ 1-2 ഡ്രോപ്പ് ഇടുമ്പോൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ആ എയർ റിഫ്രഷ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആടലോടകത്തിൻ്റെ ഇലയാണ്. ഞാനിത് ഉണക്കി പൊടിച്ച് എൻ്റെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിന് ഇത് ഞാൻ ഹണിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇത് കഫ ഇളക്കാനും അതുപോലെ നമ്മുടെ പനി, ചുമ അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ ഇതൊരു നല്ല മെഡിസിനാണ്. പല രീതിയിൽ ഇത് കഴിക്കാം. ഓംപ്ലേറ്റ് ഉണ്ടാക്കി, പച്ച ഇലയാണെങ്കിൽ അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ലീഫിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് കുടിക്കാം. പല രീതിയിലും കഴിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കഴിക്കാൻ ട്രൈ ചെയ്യാം. അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഹെർബൽ അല്ലെങ്കിൽ മെഡിസിനൽ ടീ ആണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഇത് നമുക്ക് പനങ്കൽക്കണ്ടാണ് ഈ സാധനം. പനങ്കൽക്കണ്ടം കിട്ടാത്തവർക്ക് കരിപ്പെട്ടിയോ ശർക്കരയോ അല്ലെങ്കിൽ വൈറ്റ് കളർ കൽക്കണ്ടോ എങ്ങനെ വേണമെങ്കിൽ ഇട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, ജീരകം, കുരുമുളക് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. മഞ്ഞൾപ്പൊടി വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇലകളും നമുക്ക് വെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ml ഒരു മഗ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും 500 ml വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഈ എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നല്ലപോലെ തിളച്ച് പകുതിയായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇടാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി പനങ്കൽക്കണ്ട ആദ്യം ആഡ് ചെയ്യും, എന്നിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങും. നല്ലപോലെ ബോയിലായി അത് ഒരു 250 ml ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. ഈ പാത്രത്തിലുള്ള വെള്ളം 250 ml ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ പനങ്കൽക്കണ്ട ഇട്ടു. ഇനി നമുക്ക് ലീഫുകളും ടേമറിക് പൗഡറും ആഡ് ചെയ്യാം. ഇതിന് ശേഷം നല്ലപോലെ തിളച്ച് വറ്റി ഇത് പകുതിയാകട്ടെ. എന്നിട്ട് നമുക്ക് അരിച്ച് നമുക്ക് ഉപയോഗിക്കാം. കഫക്കെട്ട്, പനി, ജലദോഷം, അതുപോലെ കൺജഷൻ, മൂക്കടപ്പ് ഇതിനൊക്കെ ഈ ചായ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഗ്രാനുവൽസാണ് ഇട്ടിരിക്കുന്നത് ടീൻ്റെ. നിങ്ങൾക്ക് പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ പൗഡറായിട്ട് യൂസ് ചെയ്യാം. ചൂടോട് തന്നെ ഇത് കുടിക്കണം. ശർക്കരയും കരിപ്പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിതിൽ കൽക്കണ്ടാണ് ഇട്ടേക്കുന്നത്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.